ഹലോ, എളുപ്പത്തിലൊരു പാവയ്ക്ക പച്ചടി തയ്യാറാക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിളാണ് പാവയ്ക്ക. പച്ചടിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരുവിധം നീളമുള്ള 2 പാവയ്ക്കയാണ്. നല്ലതുപോലെ വാഷ് ചെയ്ത് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തു. നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ വറക്കുന്ന സമയമൊന്ന് ലാഭമാക്കി എടുക്കാൻ പറ്റും. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഒരു മിക്സി ജാറെടുത്ത് അതിലേക്ക് ഒരു മുറി തേങ്ങ കൊത്തിയതും ചേർത്ത് ഒപ്പം ഒരു പിടി വെളുത്തുള്ളിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതിലേക്ക് 3/4 ഗ്ലാസ് തൈരും 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 10 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് കമ്പൈൻ ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും ചേർത്ത് ഒന്ന് കമ്പൈൻ ചെയ്യുക. കുറച്ച് ലൂസാക്കി വേണം വെള്ളം ചേർക്കാനായിട്ട്, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കുറുകി വരും. 1-2 കുമളകൾ ഇങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടിച്ച് കൊച്ചുള്ളി പൊടിയായി അരിഞ്ഞതും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് വേപ്പിലയും കുറച്ച് ഉണക്കമുളകും ചേർത്ത് താളിച്ച് അതുകൂടെ ഈ കൂട്ടിലേക്ക് ചേർക്കുക. പാവയ്ക്ക പച്ചടി തയ്യാറായി. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ഡയബറ്റിക് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണിത്. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.